ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. രണ്ടുപേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ദിലീപേട്ടനും നന്ദിയും. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഒന്നുമില്ല. അച്ഛൻ പോയതിന് ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിന് ശേഷം ആയിക്കോട്ടെ പലരും സുഹൃത്തുക്കളെ, കൊച്ചിൻ ഹനീഫ ചേട്ടനെ കുറിച്ചിട്ടാണ്. ഈ കൊച്ചിൻ ഹനീഫ, ദിലീപ്, ഒപ്പം തന്നെ ഹരീഷ് അശോകൻ, ഇവർ തമ്മിലുള്ള കോംബോയുള്ള സിനിമകളൊക്കെ അതിഗംഭീരമായിരുന്നു. കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഒരു നീണ്ട 16 വർഷത്തിന് ശേഷം അവരും മക്കളും കൂടിയിട്ട് സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഈ വിധവാ കാർഡില്ലാതെ വീട് വെച്ച് കഴിഞ്ഞു എന്നാണ്. വിധവാ കാർഡ് ഇറക്കാതെ ഞാൻ വിധവയാണ്, കൊച്ചിൻ ഹനീഫയുടെ വിധവയാണ്, എന്നെ സഹായിക്കണം, ഞാൻ കൊച്ചിൻ ഹനീഫയുടെ വിധവയാണ്, ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റീലുകളൊക്കെ ഇടും, അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങും, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ് ചെയ്യണം, എനിക്ക് പണം വേണം എന്നിങ്ങനെ ഒരു തരത്തിലുള്ളൊരു വിധവാ കാർഡും ഇല്ലാതെ നമ്മൾ കഴിഞ്ഞൊരു 10-16 വർഷത്തിൽ നമ്മൾ ഇവരെ കണ്ടിട്ടേ ഇല്ല, ഇവരെ കേട്ടിട്ടേ ഇല്ല, ഇവരെ വാർത്തകളൊന്നും തന്നെ കേട്ടിട്ടില്ല. എന്നാൽ ഇവര് നിശബ്ദമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ എന്തൊക്കെയോ കേസുകളൊക്കെ, ഇവർ തമ്മിലല്ല, ഇവരും മക്കൾക്ക് കിട്ടേണ്ട ഒരു സമ്പാദ്യത്തിൻ്റെ ആയിട്ട് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കേസ് കുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ആ സമ്പാദ്യം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കിന് ആ കേസൊക്കെ തീർന്നു, അവർക്ക് ആ സമ്പാദ്യം കിട്ടി. അത് കൊച്ചിൻ ഹനീഫയുടെ തന്നെ സമ്പാദ്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഭാര്യ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് ഭയങ്കര ഒരു അഭിമാനിയാണ്, സ്വന്തം പണം കൊണ്ടല്ലാതെ ഒരു വീട് വെക്കുക എന്ന് പറയുന്ന പരിപാടി പോലും നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അത് അവർ വളരെ വൃത്തിയായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് കേട്ടു. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹനീഫ് ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ ഹനീഫ്ക്കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലമുടിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ സിഎയും മർവയെ സിഎസും പഠിപ്പിക്കണമെന്ന് അപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് നിയമക്കുരുക്ക് കാരണം ചില സമ്പാദ്യങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ഇത്രയും കാലം വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഹനീഫ എന്ന് പറയുന്ന മനുഷ്യന് എത്രയോ കാലമായിട്ട് സിനിമ എന്ന് പറയുന്ന മേഖലയിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു പണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ വീട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും മറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു മനുഷ്യനാണ് ദിലീപ് എന്ന് പറയുന്നത്. എന്തുമേ ആയിക്കൊള്ളട്ടെ, ദിലീപിനെതിരെ കേസുണ്ട്, അതിപ്പോഴും കോടതിയിലാണ്, കുറേയൊക്കെ വിധി വന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു പീഡന കേസിൽ അദ്ദേഹം എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീർച്ചയായിട്ടും കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ രണ്ടാളുകളെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്താണ് ദിലീപ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട്, 16 വർഷമായിട്ട് എന്താണ് ദിലീപ് കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്ന ഈ ഒരു സിനിമാക്കാരനോട് ചെയ്തിരിക്കുന്നത് ഒന്ന് കണ്ടോക്കൂ. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ അദ്ദേഹമാണ് പാല് കാച്ചിയത്. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവരൊക്കെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ദിലീപേട്ടൻ പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ ഹനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എന്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു ഹനീഫ് ഖാന്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് അല്ലേ, അത് ഗംഭീരമല്ലേ. തീരുമാനിക്കുന്നത് മാസം ഒരു തുക ഹനീഫ് ഖാന്റെ വീട്ടിലേക്കാണ് കൊടുക്കണമെന്നല്ല, അതൊരു സഹായമാണ്. ഒരുപക്ഷെ തീർച്ചയായിട്ടും ഹനീഫയും ഒപ്പം തന്നെ അവർ കുടുംബം അത് സ്വീകരിക്കില്ല. അപ്പൊ പിന്നെ ഹനീഫ് ഖാന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇന്നോവ കാറുണ്ട്,
ആ ഇന്നോവ കാർ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കുകയോ ചെയ്യുന്ന സെറ്റിൽ നിരന്തരം ഓടട്ടെ. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിന് ഓട്ടം ഉണ്ടായിരിക്കും, ആ കാറിന് ഓട്ടം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു തുക ഹനീഫ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ വീട്ടുകാർക്ക് കിട്ടുകയും ചെയ്യും. അത് ഒരു വല്ലാത്ത രീതിയിലുള്ള സഹായമാണ്. അതല്ലാതെ പണം കൊടുത്ത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര സാധിക്കും? ഒരുപക്ഷെ ദിലീപ് എന്ന് പറയുന്ന നടനാക്ക് ഈസി ആയിരിക്കും, പണം കൊടുത്ത് സഹായിക്കുക ഈസി ആയിരിക്കും. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാണ്. 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും. 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ഇതിനോട് കുറിച്ച് വിഷമമായിട്ട് ഇവര് കണ്ട കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയില്ല. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം അവിടെയാണ്. ഒരു വിളി അകലെയാണ്. ഇന്നും എന്തായാലും അത് ഗംഭീരം തന്നെ. കാരണം ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടൊരു 3 മാസമൊക്കെ അറിയാലോ. അപ്പോൾ പോലും അദ്ദേഹത്തിന് വാഹനം ഓടുകയും അവർക്ക് വേണ്ട പണം കൃത്യമായിട്ട് നോക്കൂ സുഹൃത്തുക്കൾ. 1-2 വർഷമല്ല, ഒരു നീണ്ട 16 വർഷമാണ് സഹായം എത്തുന്നത്. എനിക്കിത് അത്ഭുതമായി തോന്നുന്നത് ഒരാളാണ് ഇപ്പോൾ ഹനീഫ് ഖാനെ കുറിച്ച് പറയുന്നത്. ഇത് ഒരാൾ മാത്രമല്ലെന്നേ. ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകളാണ് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇനി വേണമെങ്കിൽ ഒരാൾ കൂടി പറഞ്ഞേക്കാം, അത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. ഇല്ല, രണ്ടുപേരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് ദിലീപേട്ടനും നമ്പിയും. അതിൽ പ്രധാനമായിട്ടും ദിലീപേട്ടൻ ഈ ഒന്നുമില്ല. അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടിയ പടം, ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിന് ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, ചിലർ കാണണമെന്ന് പറയാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛൻ്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ട്. എന്നെ 3-4 തവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയൊന്ന് കാണണം, ചേച്ചിയും കുട്ടി ഞാൻ അങ്ങോട്ട് കാവ്യനെയും കൂട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിനു ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം ധ്യാൻ ശ്രീനിവാസൻ വളരെ രസകരമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. പോയതിനു ശേഷം ശ്രീനിവാസന്റെ ആ വീട്ടുകാരെ കൃത്യമായിട്ട് ഓർമ്മിക്കുകയും ഓരോ മാസത്തിലും ഇന്ന ആളുകളെ കൃത്യമായിട്ട് വിളിക്കുകയും ആ ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് ദിലീപ് എന്നുള്ളതാണ്. ഒരുപക്ഷെ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരം ദിലീപ് സഹായിച്ച ആളുകളുടെ കഥകൾ ഒരുപാട് കിട്ടുന്നുണ്ടായിരിക്കും. എന്തായാലും ഹനീഫ് ഖാൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് നോക്കൂ, കഴിഞ്ഞ നീണ്ട 16 വർഷം ചില്ലറ ആ ഒരു വാഹന ഓട്ടവും മറ്റുമായി ബന്ധപ്പെട്ട പണം കൊണ്ട് ജീവിക്കുന്നു, അഭിമാനികളായിട്ട് ജീവിക്കുന്നു. അല്ലാതെ റീലിടാനോ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനോ അതിലൂടെ പണം ഉണ്ടാക്കാനോ താൻ വിധവയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് പൈസ ഉണ്ടാക്കാനോ ഒന്നിനും ആ സ്ത്രീ നിന്നില്ല എന്നുള്ളതാണ്. സൂപ്പർ.